വാക്യത്തിന്റെ ഏകദേശം 12 പദങ്ങൾ നാം ശ്രദ്ധിച്ചു കൊണ്ടുള്ളത് വായിക്കാം. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസും സഹോദരനായ തിമോഥെയോസും കൊലോസിലുള്ള വിശുദ്ധന്മാരും, വിശുദ്ധന്മാർ എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. കൊലോസിലുള്ള വിശുദ്ധന്മാർ, വിശുദ്ധൻ എന്നുള്ള വിശുദ്ധം എന്നുള്ള പദത്തിന്റെ ഗ്രീക്ക് പദം ഹാഗിയോസ് എന്നാണ്. ഹാഗിയോസ് എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഹാഗിയോസ് എന്ന പദത്തിന്റെ അർത്ഥം പ്രാർത്ഥിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ വിശുദ്ധൻ എന്ന് വിളിക്കുകയല്ല, അവർ വിശുദ്ധനാണ്. അതല്ല ആ പദം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പ്രത്യേക ഉദ്ദേശത്തിനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ വിശുദ്ധർ എന്നാണ് ദൈവജനം വെളിപ്പെടുത്തുന്നത്. എന്തുദ്ദേശത്തിനായിട്ടാണോ, ദൈവത്തിന്റെ പദ്ധതിക്കായിട്ടാണോ അവർ വിളിച്ച് വേർതിരിക്കപ്പെട്ടത്. രക്ഷിക്കപ്പെട്ടവരെ ദൈവസഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. അപ്പോൾ ദൈവം ചേർക്കുന്ന ഒരു കൂട്ടം, ദൈവം വിളിച്ചു വേർതിരിച്ചൊരു കൂട്ടം, അതാണ് വിശുദ്ധരുടെ ഗണത്തിൽ കർത്താവ് പെടുത്തുന്നത്. അപ്പോൾ വിശുദ്ധൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്തുദ്ദേശത്തിനായിട്ടാണോ, ദൈവത്തിന്റെ പദ്ധതിക്കായിട്ടാണോ വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം. പഴയ നിയമത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ടും രാജകീയ ശുശ്രൂഷയ്ക്കായിട്ടും പ്രവാചക ശുശ്രൂഷയ്ക്കായിട്ടും വിളിച്ചു വേർതിരിച്ചവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഭിഷേകം ചെയ്തവരെ ദൈവം അഭിഷേകം ചെയ്ത് മാറ്റിയവരെ കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് നാം ചിന്തിച്ചായിരുന്നു അല്ലേ? പൊന്ന മൂര് മുന്തിരിക്ക കർത്താവിന് കാഴ്ചവെച്ചു. എന്തിനാണ് കാഴ്ചവെച്ചത്? അവൻ പുരോഹിതനാണ്, അതുപോലെ തന്നെ അവൻ പ്രവാചകനാണ്, അതുപോലെ തന്നെ രാജകീയ അഭിഷേകമുള്ളവനാണെന്ന് കാണിക്കാനാണ് അവർ അത് കാഴ്ചവെച്ചത് നാം പഠിക്കുകയുണ്ടായി. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് പുരോഹിതന്മാരെ കർത്താവ് അഭിഷേകം ചെയ്തതായി, പ്രവാചകന്മാരെ അഭിഷേകം ചെയ്തതായി, അതുപോലെ തന്നെ പുരോഹിതരെ അഭിഷേകം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ, രാജകീയ അഭിഷേകത്തെ കുറിച്ച് കാണാനൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് അഭിഷിക്തനായ വ്യക്തിത്വമാണ് അഹരോൻ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഹരോന്റെ വസ്ത്രത്തിന്റെ പ്രത്യേകതകൾ, അഹരോന്റെ വസ്ത്രം എങ്ങനെയായിരിക്കണം, അഹരോന്റെ ശുശ്രൂഷ രീതികൾ എങ്ങനെയായിരിക്കണം ഒക്കെ പുറപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിലാണ് ആ കാര്യങ്ങളൊക്കെ പ്രസ്താവിച്ചിരിക്കുന്നത്. വായിക്കാനാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാനുണ്ട്. അതിപ്പോഴേ സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹം വേണ്ടുന്ന ഡ്രസ്സിന്റെ പ്രത്യേകതകളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ 36-ാമത്തെ വാക്യത്തിൽ തങ്കം കൊണ്ടൊരു പട്ടമുണ്ടാക്കി അതിൽ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് മുദ്രക്കൊത്തായി കൊത്തണം. ഒരു പട്ടമുണ്ടാക്കണം. ഒരു പട്ടമുണ്ടാക്കിയിട്ട് യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതിയിരിക്കണം. അത് മുടിവേലിരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് കെട്ടണം. അത് മുടിയുടെ മുൻഭാഗത്ത് ഇരിക്കണം. അഹരോന്റെ വസ്ത്രവിധാനങ്ങളെ കുറിച്ചുള്ളതിന് മുമ്പുള്ള ഭാഗങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. എന്നാൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നൊരു പട്ടമുണ്ടാക്കി മുദ്രക്കൊത്തായി കൊത്തി അത് മുടിമേലിരിക്കേണ്ടതിന് നീല ചരട് കൊണ്ട് അത് കെട്ടി മുടിയുടെ മുൻഭാഗത്ത് തന്നെ അത് വെക്കണം. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അഹരോൻ വഹിക്കേണ്ടതിന് അത് അഹരോന്റെ നെറ്റിയിൽ എപ്പോഴും ഇരിക്കണം. യഹോവയ്ക്ക് വിശുദ്ധം എന്ന് എഴുതിയ ഈ പട്ടം യഹോവയുടെ മുമ്പായി അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവന്റെ നെറ്റിയിലിരിക്കണം. അപ്പൊ ആരാധന നേതൃത്വം നൽകുന്ന ശുശ്രൂഷ നേതൃത്വം നൽകുന്ന പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന അഹരോന്റെ നെറ്റിയിൽ ഈ പട്ടം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിലെന്തെഴുതിയിരിക്കണം? യഹോവയ്ക്ക് വിശുദ്ധം. യഹോവയുടെ മുമ്പാകെ അവർക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അതെപ്പോഴും അവന്റെ നെറ്റിയിൽ ഉണ്ടായിരിക്കണം. ഇത് പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അഹരോനെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ പറഞ്ഞ ഭാഗങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ഒരു പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിലും കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൂതും ഇതാണ്. എപ്പോഴും വിശുദ്ധിക്കായി, വേർപാടിനായി, ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിന് നമ്മെ തന്നെ എപ്പോഴും ഒരുക്കിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധിക്കാൻ എളുപ്പമാണ്, അന്യഭാഷ പറയാൻ എളുപ്പമാണ്, പരിശുദ്ധാത്മാവിനെ പറയാൻ എളുപ്പമാണ്, പാടാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച്, നമ്മുടെ ചിന്തകളെ ക്രമീകരിച്ച് വിശുദ്ധമായി ദൈവത്തിന് കൊള്ളാവുന്ന ഒരു ജീവിതം നയിക്കുവാൻ വളരെ പ്രയാസമുള്ള കാര്യമാണ് അല്ലേ? അതിനുവേണ്ടി വളരെ ഡെഡിക്കേഷൻ ആവശ്യമാണ്, പ്രാർത്ഥനാ ജീവിതം ആവശ്യമാണ്. ദൈവം അത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഒരു പുരോഹിതൻ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് എഴുതി തന്നെ തന്നെ പ്രദർശിപ്പിക്കുന്നത് പോലെ, ദൈവം അത് കണ്ടിട്ട് അവരെ അനുഗ്രഹിക്കുന്നത് പോലെ ദൈവസഭ വിശുദ്ധിയോടും വേർപാടോടും ഒരു പ്രത്യേക ഗണമായി വേർതിരിച്ച് ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അവിശ്വാസികളോട് ഇടയില്ലാത്ത, അവിശ്വാസികളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത, ആത്മീയ ബന്ധമില്ലാത്ത ഒരു
തലമുറയായി, ഒരു പ്രത്യേക ഗണമായി, വിശുദ്ധമായി ജീവിക്കണമെന്ന്, അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. വിശുദ്ധം എന്നുള്ള പദത്തിന്റെ, നമ്മൾ സാധാരണ ചിന്തിക്കുന്ന വിശുദ്ധം എന്നുള്ള പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് നമ്മൾ ചിന്തിച്ചാൽ എന്ന് പറയും അശുദ്ധം, അല്ലേ? അശുദ്ധം എന്നായിരിക്കാം വിശുദ്ധം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ്. എന്നാൽ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ വിശുദ്ധം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് അശുദ്ധം എന്നല്ല. കുറച്ചുകൂടെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സാമാന്യമായതെന്നുള്ളൊരു പദമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. സാമാന്യമായതൊന്നും വിശുദ്ധമല്ല, അസാമാന്യമായതാണ് വിശുദ്ധം. അപ്പോൾ നമുക്ക് ആ പദം നമുക്ക് 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് ശൗലിനെ ഭയപ്പെട്ട് യോനാഥാന്റെ നിർദ്ദേശപ്രകാരമൊക്കെ അദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു ഭാഗം 21-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ദാവീദിന്റെ മേൽ വെളിപ്പെട്ട ദൈവിക അഭിഷേകത്തെ കണ്ടപ്പോൾ, അവന്റെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മ നിറവിനെ കണ്ടപ്പോൾ, അദ്ദേഹം വീണ വായിക്കുമ്പോൾ തന്നെ ദൈവാത്മാവിന്റെ ശക്തിയൊക്കെ വെളിപ്പെടുന്നത് കണ്ടപ്പോഴും, യുദ്ധത്തിൽ ദാവീദ് വിജയിക്കുന്നതൊക്കെ കണ്ടപ്പോഴും, ശൗലിനകത്ത് ഒരു അസൂയയുടെ ആത്മാവ് കയറുകയും എപ്പോഴും ദാവീദിനെ കൊല്ലണം എന്നുള്ള ചിന്ത അകത്ത് വ്യാപരിക്കുകയും ചെയ്തു, അല്ലേ? അവന്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. ആ കുന്തം ഭിത്തിയോട് ചേർത്ത് അവനെ കുത്തി കൊന്നു കളയുവാൻ വേണ്ടി പലതവണ ശൗൽ ശ്രമിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയപ്പോൾ യോനാഥാന്റെ നിർദ്ദേശപ്രകാരം ദാവീദ് ആ സ്ഥലം വിട്ട് മാറുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 21-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിന്റെ അടുത്ത് കടന്നു വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദാവീദ് പുരോഹിതനായ അഹീമേലെക്കിനോട്, രാജാവിനെ ഒരു കാര്യം ഏൽപ്പിച്ചു, ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്ന കാര്യം ഒന്നും ആരും അറിയരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു. ആകയാൽ നിന്റെ കൈവശം വല്ലതും ഉണ്ടോ? 5 അപ്പം അല്ലെങ്കിൽ തൽക്കാല കൈവശമുള്ളതെന്തെങ്കിലും എനിക്ക് തരണമെന്ന് ദാവീദ് പുരോഹിതനോട് സംസാരിക്കും. അതിന് പുരോഹിതൻ പറഞ്ഞ മറുപടിയാണ് ദാവീദിനോട്: വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല. വിശുദ്ധമായ മേശമേലുള്ള സ്മാരകന്റെ കൂടാരത്തിൽ അർപ്പിക്കേണ്ടതിനായിട്ടുള്ള വിശുദ്ധമായ അപ്പം മാത്രമേ ഇവിടെ ഉള്ളൂ. സാമാന്യമായതില്ല. സാമാന്യമായത് വിശുദ്ധമായതിന്റെ ഓപ്പോസിറ്റ് ആണ്. അസാമാന്യമായതായിരിക്കണം വിശുദ്ധമായിരിക്കുന്നത്. ദൈവത്തിന് അർപ്പിക്കേണ്ടതായിരിക്കണം വിശുദ്ധമായിരിക്കുന്നത്. പുരോഹിതൻ പറയും, വിശുദ്ധമല്ലാത്തതൊന്നും ഇവിടെ ഇല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്ന് പൗലോസ് സഭകളെ നോക്കി സംസാരിക്കുന്നുണ്ടല്ലേ. ചെറിയ പുളിപ്പ് മതി ഒരു സഭ മുഴുവൻ പ്രയാസമായി തീരുവാൻ, അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയം മതി പ്രശ്നമുണ്ടാകുവാൻ. അതുകൊണ്ട് അതൊന്നും സംഭവിക്കാതെ വിശുദ്ധമായിരിക്കണം, അസാമാന്യമായിരിക്കണം, സാമാന്യമല്ലാത്തത് ആയിരിക്കണമെന്നാണ് ദൈവം ദൈവസഭയെക്കുറിച്ചും നമ്മെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ അപ്പം അഹീമേലെക്കിന്റെ കയ്യിൽ നിന്ന് ദാവീദ് വാങ്ങി ഭക്ഷിക്കുന്നുണ്ട്, കൂട്ടർക്കും കൊടുക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ വെച്ച വിശുദ്ധമായ അപ്പമാണെങ്കിലും ആ സാഹചര്യങ്ങളുടെ മുഖത്ത് അവരത് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് അഹീമേലെക്കിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായതുകൊണ്ട് ഞാൻ എന്റെ വാളും ആയുധങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അഹീമേലെക്കിനോട് പറയുക, എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ അപ്പം, വിശുദ്ധമായ അപ്പം ഭക്ഷിച്ചതിന് ശേഷം അവർ സംസാരിക്കുന്ന ഭാഗത്ത് പുരോഹിതനോട് പറയുന്നുണ്ട്. അപ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട്: 7-ാം താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്ത്യനായ ഗോലിയാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നു. അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അതെനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. വിശുദ്ധമായതിലേക്ക് പ്രവേശിച്ചപ്പോൾ, വിശുദ്ധമായതുമായി ഡീൽ ചെയ്തപ്പോൾ, അടുത്തത് അവരിൽ സംഭവിക്കുന്നത് ദൈവം ചില പ്രത്യേകമായ ക്രമീകരണങ്ങൾ ദാവീദിന് വേണ്ടി ചെയ്യുകയാണ്. ഒരു വാളും കുന്തവും ഒന്നുമില്ലാതെ ശൗലിന്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടവനാണ് ദാവീദ്. ഒന്നുമില്ല കയ്യിൽ, ഒന്നുമില്ലാത്തവനായ ദാവീദിന് ദൈവം കൊടുത്തെന്നാണ് ശ്രദ്ധിച്ചേ. അഹീമേലെക്കിൽ കൂടെ ദൈവം കൊടുത്തത് ഗോലിയാത്തിനെ കൊന്ന വാൾ ഏഫോദിന്റെ പുറകിലുണ്ട്, അത് കൊണ്ടുവന്ന് കൊടുത്തു. ഇത് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ഇത് മതി, ഇതിനേക്കാൾ വേറെ മെച്ചമായതൊന്നും ഇല്ല. ദാവീദ് മനസ്സിലായി, പണ്ടെന്നെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്. എല്ലാ താഴ്വരയിൽ ജനത്തിന്റെ മധ്യേ, ശൗലിന്റെ മധ്യേ, നോക്കി നിൽക്കുന്നവരുടെ മധ്യേ എന്നെ ഉപയോഗിച്ചൊരു ദൈവമുണ്ട്. ആ വാളുണ്ട്.
ഇനിയും എന്നെ ശക്തിപ്പെടുത്തുവാൻ, ഇനിയും എന്നെ പ്രയോജനപ്പെടുത്തുവാൻ, ഇനിയും എന്നെ അഭിഷേകം ചെയ്യുവാൻ, ദൈവം ഉപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ക്രമീകരണം ദൈവം എനിക്കായി കരുതി വച്ചിരുന്നു. ഹല്ലേലൂയ. വിശുദ്ധമായതിലേക്ക് പ്രവേശിക്കുമ്പോൾ, വിശുദ്ധമായതിനു വേണ്ടി തിരിയുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് അടുത്തത് ലഭിക്കുന്നത് ഒരു അഭിഷേകത്തിന്റെ നിറവാണ്, യുദ്ധം ചെയ്യുവാനുള്ള ഒരു അധികാരമാണ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പകർച്ചയാണ്. ഹല്ലേലൂയ. അസാമാന്യമായതിന് ഹല്ലേലൂയ നാം പിന്തുടരുമ്പോൾ, വിശുദ്ധ ജീവിതത്തിനായി നമ്മെ വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം ഒരു അഭിഷേകത്തിന്റെ നിറവൂടെ നമുക്ക് തരും, അധികാരങ്ങളൂടെ നമുക്ക് തരും, ചില ആയുധങ്ങളൂടെ നമുക്ക് തരും. പുതിയ നിയമസഭയ്ക്ക് ആയുധങ്ങളുണ്ടല്ലേ? ഹല്ലേലൂയ. ഒരു റോമൻ പടയാളി ആയുധം ധരിക്കുന്നത് പോലെ അരയ്ക്ക് സത്യം കെട്ടി നീതി എന്ന കവചം ധരിച്ച് ദൈവവചനത്തിന്റെ വാളെടുത്തുകൊണ്ട് രക്ഷയുടെ ശിരസ്ത്രം അണിഞ്ഞ് സമാധാന സുവിശേഷമുള്ള കാലിൽ ചെരുപ്പാക്കി, ഹല്ലേലൂയ, പുതിയ നിയമസഭയുടെ ആയുധങ്ങൾ അണിഞ്ഞ് വിശുദ്ധിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. അവിടെ വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസ്ത സഹോദരന്മാർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്ന്. പിതാവായ ദൈവം എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിങ്കൽ നിന്നും. നമുക്കറിയാം ക്രിസ്തീയ വിശ്വാസം എന്താണ്? എല്ലാവരും വിശ്വസിക്കുന്നത് ആരോഗ്യ ക്രിസ്തീയ വിശ്വാസം, ആരോഗ്യ ചില കൾട്ട ചിന്താഗതിക്കാരുണ്ടെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്നത് ട്രിനിറ്റിയിലാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. കത്തോലിക്ക സഭയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നവീകരണം ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഹല്ലേലൂയ. ഇപ്പോഴാണ് അവർക്കൊരു ബോധം ഉദിച്ചത്. ഹല്ലേലൂയ. മറിയെ ആരാധിക്കുവാൻ പാടില്ല. ഹല്ലേലൂയ. മറിയെ ദൈവത്തിന് തുല്യമായി കാണാൻ കഴിയത്തില്ല. ഇവ യേശു മാത്രമാണ് ഏകരക്ഷകൻ. ഉണർവ് അവിടെയും പതിയെ പതിയെ പടികളായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ തിരിച്ചറിവ് പലർക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പണ്ടുമുതലേ ഉള്ളതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും നമുക്ക് ദൈവത്തിൽ തെളിവായിട്ടുള്ളതുമായ കാര്യമാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. യേശു കർത്താവ് സംസാരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർക്ക് പിതാവായ ദൈവത്തെക്കുറിച്ച്, പുത്രനായ ദൈവത്തെക്കുറിച്ചൊക്കെ ഒരു ചിന്ത അവരുടെ അകത്ത് വന്നു. അവര് കർത്താവിനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്നൊക്കെ പറയുന്നുണ്ട്. കർത്താവ് എപ്പോഴും നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി പിതാവിനോട് പ്രാർത്ഥിക്കുന്നവർ കാണുന്നുണ്ട്. താഴ്വരയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പം നരകളിലെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അകത്തൊരു ആഗ്രഹം ഉണ്ടായി, പിതാവിനെ ഞങ്ങൾക്കൂടെ കാണണം, ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിതാവായ ദൈവവും പുത്രനായുള്ള ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, യേശുവുമായിട്ടുള്ള ബന്ധത്തെ അധികമായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ഭാഗമാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. നമുക്കൊന്ന് ഓടിച്ചു വായിക്കാനുള്ള സമയമേ ഉള്ളൂ. 14-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. ഫിലിപ്പോസ് അവരോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് ആരെ കാണിച്ചു തരണം? പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു, ഞങ്ങൾക്ക് അത് മാത്രം മതി. നീ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കല്ലറയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, അപ്പം കരകളിലെടുത്ത് പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, നിർജ്ജന സ്ഥലത്തേക്ക് വാങ്ങിപ്പോകുന്നത്, ഇരുട്ടുള്ളിടത്തേക്ക് വാങ്ങിപ്പോകുന്നത്. നിനക്കൊരു പ്രാർത്ഥനായുണ്ട്, നിനക്കൊരു പിതാവുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഒരു കാര്യം മാത്രം മതി, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം. യേശുവിനോട് പറഞ്ഞത്, നീ ഇത്രകാലം നീ എന്നോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടപ്പോൾ നീ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ പിതാവിനും. അല്ലോ, അപ്പോൾ തൃത്വം, ട്രിനിറ്റിയിൽ ഒരുമിച്ച് ചേർന്നുള്ള ദൈവത്വം അല്ലേ? അതാണ് തൃത്വം അല്ലേ? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. അവർ ആദ്യം മുതൽ അവർ ഒന്ന് തന്നെയാണ്. അവർ ഒന്നിച്ചാണ് ഇറങ്ങി വന്ന് അബ്രഹാമിനെ സൃഷ്ടിക്കുന്നത്. ബാബേൽ ഗോപുരം പണിഞ്ഞപ്പോൾ, ഭാഷ കലക്കിയപ്പോൾ അവർ ഒരുമിച്ചാണ് ഇറങ്ങി വന്നത്. നാം നമ്മുടെ സ്വരൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിക്കുക. അപ്പോൾ ഒരു പ്ലൂറൽ പദമാണ് അവിടെ എവിടെയും കാണുന്നത്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം. അപ്പോൾ ഇവിടെ കർത്താവ് എന്ന് പറയുന്നത്, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നുണ്ട് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, പ്രവചിക്കുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വയമായിട്ട് സംസാരിക്കുന്നതല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിതാവിലും എന്നെ വിശ്വസിപ്പീൻ, എന്റെ പ്രവൃത്തി കണ്ട് എന്നെ വിശ്വസിപ്പീൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് ചെയ്യും. കർത്താവ് ചെയ്യുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് കർത്താവ്
പറയുന്നത്. അതിനകത്ത് കർത്താവിന് ഒരു അസൂയയും ഇല്ല. കർത്താവ് ചെയ്യുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ പിതാവിന്റെ അടുത്ത് ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങളിൽ കൂടെ വലിയത് സംഭവിക്കും. വലിയത് സംഭവിച്ചില്ലേ? കർത്താവിന്റെ നിഴൽ തട്ടി രോഗി സൗഖ്യമായത് വചനത്തിലില്ല. എന്നാൽ പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. കർത്താവിന്റെ റുമാല് വസ്ത്രത്തിന്റെ വിളുമ്പ് പറയുന്നുണ്ട്, എന്നാൽ ടവല് റുമാലിന്റെ കാര്യം വചനത്തിൽ എഴുതിയിട്ടില്ല. റുമാൽ തട്ടി അല്ലെങ്കിൽ ടവൽ തട്ടി സൗഖ്യമായതുണ്ട്. എന്നാൽ പൗലോസിന്റെ റുമാലിൽ ദൈവശക്തി വെളിപ്പെട്ടു. അപ്പോൾ കർത്താവ് ചെയ്തതിലധികം തന്റെ ശിഷ്യന്മാർ ചെയ്തു, അപ്പോസ്തലന്മാർ ചെയ്തു. എന്താ കാരണം? കർത്താവ് തന്നെ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പിതാവിന്റെ അടുത്ത് പോകുന്നത് കൊണ്ട് അധികം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദൈവസഭയായ നമ്മളോടും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന് തോന്നുന്നുണ്ട്, ഹല്ലേലൂയ, കർത്താവ് ചെയ്യുന്നതിലും അധികം ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു കഴിവ് ഒരാൾക്ക്, വിശ്വസിക്കുന്ന ഒരാൾക്ക് കഴിയും. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? കർത്താവിന്റെ അടുക്കൽ, പിതാവിന്റെ അടുക്കൽ കർത്താവ് കടന്നു പോകുന്നത് കൊണ്ട്, പിതാവിന്റെ അടുക്കൽ വലത് ഭാഗത്ത് അവൻ ആയിരിക്കുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നത് നമ്മൾ അധികം ചെയ്യും. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു നിർത്തിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നൊക്കെ പുത്രനെ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഞാൻ പിതാവിനോട് ചോദിക്കും. എന്തോ തൃപ്തമോടെ വരികയാണ്. ഞാനും പിതാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ കർത്താവിനെ പറഞ്ഞു വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിലേക്ക് കൂടെ വരികയാണ്. അല്ലെ? പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിലേക്ക്, അവർ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. കാരണം ഞാൻ ഇവിടുന്ന് പോവുകയാണ്. അക്ഷരികമായി ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ശരീരത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതു ഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് ആയിരിക്കുവാൻ പോവുക. നിങ്ങളോട് കൂടെ നടക്കാൻ ഒരാൾ വേണ്ടേ? ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ നടക്കുവാൻ സത്യത്തിന്റെ ആത്മാവാകുന്ന കാര്യസ്ഥരെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും. ഇന്ന് ഇവിടെ നാം ആയിരിക്കുമ്പോൾ പുതിയ നിയമസഭയോട് കൂടെ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളോട് കൂടെ നടക്കുവാൻ, നമുക്ക് വേണ്ട ആലോചന പറഞ്ഞു തരുവാൻ, നടക്കേണ്ടത് വഴി കാണിച്ചു തരുവാൻ, ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാൻ നമ്മോട് കൂടെ ഒരു കാര്യസ്ഥൻ എപ്പോഴും നടക്കുന്നുണ്ട്. അത് തൃത്വത്തിൽ ഒരുവനായ പരിശുദ്ധാത്മാവാണ്. ഞാൻ ആ ഭാഗം അങ്ങനെ വിടുന്നു. അടുത്ത ഭാഗം, പിതാവായ ദൈവത്തിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയും സമാധാനവും എന്നൊരു പദം അവിടെ കാണുന്നുണ്ട്. എന്താണ് കൃപ? എന്താണ് സമാധാനം? ഒറ്റ വാക്കിൽ ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചുവിടാം. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. അപ്പോൾ ന്യായപ്രമാണം വിശ്വസിച്ചിരുന്ന ജനത്തിനും ജാതികളായിരുന്ന ജനത്തിനും വേർതിരിവില്ലാതെ, വേർപാടില്ലാതെ ആ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞുകൊണ്ട് ഒരു സമാധാനം കർത്താവ് നമുക്ക് നൽകി തന്നു. ഇരുപക്ഷത്തെയും ഒന്നാക്കി. ചട്ടങ്ങൾ നമുക്ക് വിരോധമായിരുന്നു, ന്യായപ്രമാണം നമുക്ക് വിരോധമായിരുന്നു. ന്യായപ്രമാണം വിരോധമായിരുന്ന ജനത്തിനും ന്യായപ്രമാണത്തെ കുറിച്ച് അറിയാതിരുന്ന ജാതികൾക്കും ഒരുപോലെ രക്ഷ നൽകിയ സമാധാനം നൽകിയ ദൈവം ക്രൂശിന്മേൽ വെച്ചവൻ ശത്രുത്വമില്ലാതാക്കി ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചു. ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനം, സമീപത്തുള്ളവർക്ക് സമാധാനം. ഇസ്രായേൽ ജനത്തിൽ വിശ്വസിക്കുന്നവർക്ക്, കർത്താവിനെ രക്ഷയായി രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഹല്ലേലൂയ കർത്താവിൽ വിശ്വസിക്കാൻ കഴിയും. ജാതികളായിരുന്നവർക്ക്, ഏത് ഗോത്രത്തിലും വംശത്തിലും ഭാഷയിലും ഉള്ളവർക്ക് യേശു കർത്താവിന്റെ രക്തത്തിൽ കൂടെ ഹല്ലേലൂയ വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നാം ചേർക്കപ്പെട്ടിരിക്കുകയാണ്. നാം ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളായി തീർന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട നാം, സ്നാനപ്പെട്ട നാം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നാം, നമ്മൾ ചിന്തിക്കുക എന്തൊക്കെയാ സംഭവിക്കുന്നത്? നമുക്ക് ആത്മാവിലുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്നാൽ നമ്മൾ ദൈവത്തിന്റെ സഹപൗരന്മാരായി മാറുകയാണ്, ദൈവത്തിന്റെ ഭവനക്കാരായി മാറുകയാണ്. ഒരു നിത്യകൂടാരം, നിത്യഭവനം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഉണ്ടെന്ന കണ്ടാ പറയുന്നത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ഉണ്ട്. അപ്പോൾ പിതാവിന്റെ അടുത്ത് അനേക സ്വർഗ സ്ഥലങ്ങളുണ്ട്. അത് നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ആ
ഭവനത്തിലെ അംഗങ്ങളായി രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മ നിറവിൽ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാൾ അതിന്റെ ഭവനക്കാരനായി തീർന്നു, സഹപൗരനായി തീർന്നു. ഇനി 3-ാം വാക്യത്തിലേക്ക് വരാം. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ 2 പദങ്ങൾ അവിടെ ഉള്ളത്. ഒന്ന് സത്യവചനം. ഈ വിശ്വാസത്തിലേക്ക് നാം കടന്നു വരാൻ കാരണമായിട്ടുള്ളത് വചനം കേട്ടിട്ടാണ്, അല്ലെ? വചനം വിശ്വസിച്ചിട്ടാണ്. മാമോദീസ അല്ല, സ്നാനമാണ് കറക്റ്റ് എന്ന് പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയപ്പോഴാണ് നാം സ്നാനപ്പെടുന്നത്, അല്ലേ? അല്ലേ? കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നതിൽ ദൈവജനത്തിലില്ല, അതിന് അർത്ഥമില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ്, വചനം സത്യമായി ഗ്രഹിച്ചപ്പോഴാണ് നാം വിശ്വാസത്തിലേക്ക് വന്നത്, അല്ലെങ്കിൽ സ്നാനത്തിലേക്ക് നാം ചുവടുകൾ വെച്ചത്. അപ്പോൾ സത്യവചനം അത് കേട്ട് നമ്മുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടായി. കർത്താവ് തന്നെ പറയുന്നുണ്ട്, വചനം സത്യമാകുന്നു. ഞാൻ ഇവിടെ സംസാരിക്കുന്ന വചനം സത്യമാകുന്നു. ഈ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. അപ്പൊ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടും, അല്ലെ? വചനം കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ നോക്കിയാലും ചിലപ്പോൾ ശുദ്ധീകരണമാകണമെന്നില്ല. പക്ഷെ വചനം നമ്മെ ശുദ്ധീകരിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. വചനം സത്യമാണ്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, ഞാൻ വഴിയാകുന്നു, ഞാൻ സത്യവചനമാകുന്നു. വചനം ജഡമായവനാണ് കർത്താവ്, അല്ലേ? നമ്മളത് പഠിച്ചതാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനമായിരുന്നവനാണ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ വചനമാണ് നമ്മെ രക്ഷയിലേക്ക് നടത്തിയത്. ആ സത്യവചനമാണ് നമ്മെ വിടുവിച്ചത്. എന്താണ് സുവിശേഷം? സുവിശേഷത്തെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലാണ്. നമ്മൾ ചിന്തിച്ചതാണ് ഞാൻ ഓടിപ്പോകുന്നത്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു സുവിശേഷം. ഹല്ലേലൂയ. നാം രക്ഷിക്കപ്പെടാൻ കാരണമായി തീർന്നത് ഏലിയാവ് മുഖാന്തരമല്ല. നാം സ്നാനപ്പെടാൻ കാരണമായി തീർന്നത് ദാനിയേലോ അബ്രഹാമോ മുഖാന്തരമല്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവനിൽ വിശ്വസിച്ചവർക്ക് നിത്യജീവനുള്ളത് കൊണ്ടാണ്, ആ സുവിശേഷത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ രക്ഷയിലേക്ക് വരുവാൻ കഴിഞ്ഞത്. ഹല്ലേലൂയ. അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും മോശെയും ഏലിയാവും ഒക്കെ അവരുടെ തലമുറയിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി ജീവിച്ച് ദൈവപ്രവൃത്തിക്ക് വേണ്ടി നിന്നെങ്കിലും അവരാരും നമ്മുടെ ജീവിതത്തിന്റെ രക്ഷയ്ക്കായി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ അടക്കപ്പെട്ടൊരു കുഞ്ഞാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ തല തകർക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്നതാണ് സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഞാനിപ്പോൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്, ഞാൻ ചങ്ങലകളാൽ ധരിച്ച് ആയിരിക്കുകയാണ്. സുവിശേഷ നിമിത്തമാണ് എനിക്ക് അടി കിട്ടിയത്. സുവിശേഷ നിമിത്തമാണ്. സുവിശേഷ നിമിത്തം ഇപ്പോഴും അടി കിട്ടുന്നവരുണ്ടല്ലേ? നമ്മളൊന്നും സത്യത്തിൽ സുവിശേഷ നിമിത്തം ഒരു മൊട്ടുസൂചി പോലും കൊള്ളുന്നുണ്ടോ? ഇല്ല. എന്നാൽ സുവിശേഷ നിമിത്തം ഹല്ലേലൂയ ഇന്ത്യയിൽ നൈജീരിയയിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ അടിയും തുപ്പലും മരണവും ഏൽക്കുകയാണ്. അപ്പോൾ നൈജീരിയയിൽ കൂടുതലായിട്ടും അനേക വ്യക്തികൾ മരിച്ചു, അനേക കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, സുവിശേഷ നിമിത്തം അനേകർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഈ ചങ്ങല ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ചങ്ങല ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാനിപ്പോൾ ചങ്ങല ധരിച്ച് ഇങ്ങനെ ബന്ധനസ്ഥനായി കിടക്കുകയാണ്. ഈ സുവിശേഷ നിമിത്തമാണ് ഞാൻ ബന്ധനസ്ഥനായത്. എന്നിട്ട് അദ്ദേഹം അതിനോട് ചേർത്തൊരു പദം പറയുകയാണ്, ദൈവവചനത്തിനോ ബന്ധനമില്ല. ദൈവവചനം പരക്കുവാനിടയാകും, ദൈവവചനം പ്രവർത്തിക്കുവാനിടയാകും. ഹല്ലേലൂയ. അതിനെ തടഞ്ഞു നിർത്തുവാൻ ആർക്കും കഴിയത്തില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി യാഗമായി തീർന്നെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനത്തിന് ബന്ധനമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെ കുറിച്ച് നമ്മൾ അധികമായി പഠിക്കുമ്പോൾ ഞാൻ 1-2 പ്രാവശ്യം നമ്മളൊന്ന് ചിന്തിച്ചതാണെങ്കിലും ആ വാക്യങ്ങളിലൂടെ ധ്യാനിച്ച് നമ്മൾ പോയിട്ട് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തെ നമുക്ക് 2 കാര്യങ്ങളായി തരംതിരിച്ച് പഠിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. ഒന്ന് ലോഗോസ് എന്നും ഒന്ന് റീമ എന്നും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ലോഗോസ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനമാണ്. എങ്ങനെയാണ് വചനം എഴുതപ്പെട്ടത്? നമ്മുടെ കരത്തിലിരിക്കുന്ന വചനം എങ്ങനെയാണ് എഴുതപ്പെട്ടത്? അല്ലേ? 40-ലധികം അഭിഷക്തന്മാരാൽ അനേകായിരം വർഷങ്ങൾ കൊണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് എഴുതി വന്നപ്പോഴെല്ലാം ഒരുപോലെ ആയിരിക്കുന്ന, ഒരുപോലെ ചിന്തകളുള്ള,
പരിശുദ്ധാത്മാവാണ് അതിനെ ക്രമീകരിച്ചത് അല്ലേ. വ്യത്യസ്ത പരസ്പരം കാണാൻ കഴിയാതിരുന്ന ആളുകളാണ് ആളുകൾ, പല കാലഘട്ടങ്ങളിൽ ജീവിച്ച ആളുകളാണ് ഇത് എഴുതിയതെങ്കിലും ആളുകൾ എഴുതപ്പെട്ടു വന്നപ്പോൾ ആളുകൾ ദൈവത്തിന്റെ നിയോഗവും പദ്ധതികളും എല്ലാം അതിനകത്ത് വെളിപ്പെട്ടു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യേശു ക്രിസ്തുവിനെയാണ് ആളുകൾ ദൈവത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആളുകൾ യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, അടക്കം, പുനരുത്ഥാനങ്ങളെല്ലാം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരം പരിശുദ്ധാത്മാവാണ്. വ്യക്തികളെ കൊണ്ട് എഴുതിപ്പിച്ചെങ്കിലും ആളുകൾ വ്യക്തികളെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിച്ചെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. ഇതാണ് എഴുതപ്പെട്ട വചനം. ആ എഴുതപ്പെട്ട വചനത്തെ കുറിച്ചാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല. മനുഷ്യൻ തന്റെ സ്വന്തം ചിന്ത കൊണ്ട് എഴുതിയതല്ല ഈ ദൈവവചനം. മനുഷ്യൻ എഴുതിയ പുസ്തകങ്ങൾ അനവധി കാണും. ഈ ലോകത്ത് അനവധി പുസ്തകങ്ങൾ മനുഷ്യൻ അവരുടെ ബുദ്ധിയിൽ നിന്നും അറിവിൽ നിന്നും ചിന്തകളിൽ നിന്നും എഴുതിയ പുസ്തകങ്ങളുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം ബൈബിൾ അങ്ങനെ എഴുതപ്പെട്ടതല്ല, മനുഷ്യന്റെ ഇഷ്ടം കൊണ്ട് എഴുതിയതല്ല. പകരമോ ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണ്. പരിശുദ്ധാത്മാവായിരുന്നു ഈ വചനത്തിന്റെ എഴുത്തിന്റെ പിന്നിൽ. പരിശുദ്ധാത്മാവായിരുന്നു അവർക്ക് നിയോഗം നൽകിയത്. പരിശുദ്ധാത്മാവരുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ച വചനങ്ങളാണ് അവിടെ എഴുതിയത്. ഇത് എഴുതപ്പെട്ട വചനമാണ്. എന്നാൽ ഈ എഴുതപ്പെട്ട വചനത്തിന് മുമ്പിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. വ്യക്തികളാൽ സാഹചര്യങ്ങളാൽ എഴുതപ്പെട്ടെങ്കിലും പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമായിരുന്നു. ഈ രണ്ടാമത്തത് റീമ, വെളിപ്പെടുന്ന വചനം. എഴുതപ്പെട്ട വചനം നമ്മോട് സംസാരിക്കും. പ്രസംഗിക്കുന്ന ഒരു ഭാഷയിൽ കൂടെ, പ്രവചിക്കുന്ന അഭിഷേകത്തിൽ കൂടെ വായിക്കുമ്പോൾ നമ്മളോട് ദൈവം എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് സംസാരിക്കും. അതിനെയാണ് റീമ എന്ന് വിളിക്കുന്നത്, വെളിപ്പെടുന്ന വചനം. വെളിപ്പെടുന്ന വചനത്തിന്റെ ഒരു ഉദാഹരണം ഞാൻ എന്നാൽ പറഞ്ഞതാണ്, എന്റെ ഓർമ്മയിലുണ്ട്. യേശു കർത്താവ് കടലിന്റെ മേൽ നടന്നു വന്ന് പത്രോസിനോട് സംസാരിക്കുന്ന വചനം വെളിപ്പെട്ട വചനമാണ്. വരിക, അത് അന്നേരം വെളിപ്പെട്ട ഒരു ശബ്ദമാണ്. ആ ശബ്ദം കൊണ്ടാണ് പത്രോസിന് കടലിന്റെ മുകളിൽ കൂടെ നടക്കുവാൻ കഴിഞ്ഞത്. അന്നേരം വെളിപ്പെട്ടു വന്നൊരു വചനമാണ്. നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾക്കനുസരിച്ച്, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ഈ എഴുതപ്പെട്ട വചനത്തെ പരിശുദ്ധാത്മാവ് പറക്കിയെടുത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് വെളിപ്പാടായി പകരുന്നതാണ് റീമ. എഴുതപ്പെട്ട വചനത്തെ വെളിപ്പാടായി നമുക്ക് നൽകുന്ന ദൈവം. അതുകൊണ്ടാണ് 2 തിമോത്തി 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ദൈവത്തിന്റെ ശബ്ദമായി മാറുന്നതാണ്. ഈ ലോഗോസ്, എഴുതപ്പെട്ട വചനം പ്രസംഗിക്കുന്ന വ്യക്തിയിൽ കൂടെ അത് വെളിപ്പെടുന്ന വചനമായി, വെളിപ്പാടായി മാറുമ്പോൾ, ദൈവശബ്ദമായി മാറുമ്പോഴാണ് അതിന് ശക്തിയുള്ളത്. ഇത് നരയുടെ കീഴിൽ വെച്ച് കിടന്ന് മേടിക്കാതെ കൊണ്ട് നടക്കുന്നവരുണ്ട്, ഇത് പേഴ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്, കാറിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. അങ്ങനത്തെ ഇത് പ്രയോജനം ചെയ്യുകയല്ല. വല്ലപ്പോഴൊക്കെ വായിക്കാനും ധ്യാനിക്കാനും ഒക്കെ നല്ലതാണ്, പക്ഷെ അല്ലാതെ പ്രയോജനം ചെയ്യത്തില്ല. ഇത് ധ്യാനിക്കുന്നതിനാണ്. ഇത് ധ്യാനിക്കുമ്പോഴാണ് തീ കത്തുന്നത്, ധ്യാനത്തിനാണ് തീ കത്തുന്നത്. അപ്പോൾ ഈ വചനത്തിനൊരു ശക്തിയുണ്ട്. അത് വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ ശ്വാസം അതിനകത്ത് വേണം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. എന്തിനാണ്? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകുവാൻ, ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനം. ഇത് ഈ മനുഷ്യനെ തികഞ്ഞവനാക്കി മാറ്റേണ്ടതിന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന, എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്ന, എന്തിന്? എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്ന വചന വെളിപ്പാട് മനുഷ്യനെ തികഞ്ഞവനാക്കുവാൻ വേണ്ടിയാണ്. തിമോത്തിയോസ് എഴുതിയ 1 തിമോത്തിയോസിന്റെ 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇത് പദമുണ്ട്, ദൈവവചനത്താലും പ്രാർത്ഥനയാലും സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നു. ഭക്ഷണത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിന് വേണ്ടി പറഞ്ഞിരിക്കുന്നെങ്കിലും എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയാലും വചനത്താലും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാണ്ട് 1-2 വാക്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാനായി കിടക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടൊന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. എഴുതപ്പെട്ട വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവർ വചനം കേട്ടു പക്ഷെ അത് വിശ്വാസമായി പരിണമിച്ചില്ല. വചനം കേട്ടു പക്ഷെ അത് ഒഴുകിപ്പോയി.
യേശു കർത്താവ് പറയുന്ന ഉപമകൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുമല്ലേ? അത് നല്ല നിലത്ത് വീണ വിത്ത്, പാറമേൽ വീണ വിത്ത്, മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വിത്ത് എല്ലായിടത്തും വീണിട്ടുണ്ട്, വിത്ത് എല്ലാ സ്ഥലത്തും വീണിട്ടുണ്ട്. പക്ഷെ ഫലം കായ്ച്ചത് നല്ല നിലത്ത് വീണ വിത്താണ്, അല്ലേ? ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഞെരുക്ക മുള്ളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഞെരുങ്ങിയ അവസ്ഥ വന്നപ്പോൾ, മുള്ളുകൾ വളർന്നപ്പോൾ അതിന് ഞെരുക്കമുണ്ടായി, അത് നഷ്ടപ്പെട്ടു പോയി. പാറമേലുള്ളതിന് അടിസ്ഥാനമില്ലാതിരുന്നു, അത് നഷ്ടപ്പെട്ടു പോയി. നല്ല നിലത്ത് വീണ വിത്ത് മാത്രമാണ് ഫലം കായ്ച്ചത്. അപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്ന ഈ എഴുതപ്പെട്ട വചനത്തിനകത്തുനിന്ന് വെളിപ്പെടുന്ന ദൈവശബ്ദം നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരണമായി അത് വെളിപ്പെട്ടു വരികയും ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കുകയും ചെയ്താൽ മാത്രമേ ആ വചനത്തിന് ശക്തിയുള്ളൂ. അല്ലെങ്കിൽ ഇത് ലോഗോസ് ആയിട്ടിരിക്കും. ലോഗോസ് ഒരു റീമയായി വെളിപ്പെടാത്തിടത്തോളം കാലം അതിന് ശക്തിയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ വചനം ഏറ്റെടുക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചാൽ കേട്ട വചനത്തിൽ